47 നിലകളുള്ള ഒരു കെട്ടിടം. അതിന്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്നു. വർഷം 2007. സ്ഥലം ന്യൂയോർക്ക് സിറ്റി. ആൽസിഡസ് മൊറ അദ്ദേഹത്തിന്റെ സഹോദരനായ എഡ്ഗാറിനോടൊപ്പം സിറ്റിയിലെ തന്നെ അതിപ്രശസ്തമായ ഒരു കെട്ടിടത്തിന്റെ 47-ാം നിലയിൽ ജോലി ചെയ്യുകയായിരുന്നു. സാധാരണ പോലെ പോയ ഒരു ദിവസം. അവർ നിന്നിരുന്നത് സ്കാഫോൾഡിംഗ് എന്ന ഒരു ഇരുമ്പ് പ്രതലത്തിലാണ്. അവർ നിന്ന ഇരുമ്പ് പ്രതലത്തിന് എന്തോ സംഭവിക്കുന്നു. പെട്ടെന്ന് 47 നിലകളുടെ ഉയരത്തിൽ നിന്ന് ഏതാണ്ട് 500 അടിയോളം താഴേക്ക് മണിക്കൂറുകൾ ഏകദേശം 200 കിലോമീറ്റർ വേഗതയിൽ അവർ പതിച്ചു തുടങ്ങുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല ആ കാഴ്ച. എന്നാൽ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അവർ ഒരു ചെറിയ കൂമ്പാരമായ അടുക്കി വെച്ചിരുന്ന മാലിന്യങ്ങൾക്കും മെറ്റീരിയലുകൾക്കും മുകളിലേക്കാണ് വീണത്. അവിടം ഭാഗികമായ ഒരു തലയണ പോലെ പ്രവർത്തിച്ചു. കണ്ടുനിന്നവർ ഓടിക്കൂടി. രക്ഷാപ്രവർത്തകർ എത്തി. ദുരന്തം സംഭവിച്ച മിനിറ്റുകൾക്ക് ശേഷം അവർ ആൽസിഡസിനെ കണ്ടെത്തി. ജീവനുണ്ടോ? ഉണ്ടായിരുന്നു. ശരീരം മുഴുവൻ ഒടിഞ്ഞും ചതഞ്ഞും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അയാൾ. നിർഭാഗ്യവശാൽ സഹോദരൻ എഡ്ഗാറിന് ആ വീഴ്ച താങ്ങാനായില്ല. ആൽസിഡസിന്റെ ശരീരത്തിൽ സംഭവിച്ചതൊരു അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകാലുകൾ, വാരിയലുകൾ, നടുവ്, ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലുകളെല്ലാം തന്നെ ഒടിവ് സംഭവിച്ചു. ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾ പറ്റി. 13 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ. ഡോക്ടർമാർ പോലും പ്രതീക്ഷ കൈവിട്ടിരുന്നു. പക്ഷെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ. ആൽസിഡസ് പൊരുതി. മാസങ്ങൾ നീണ്ട കോമയിൽ നിന്ന് അദ്ദേഹം ഉണർന്നു. വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ച ആ ചെറിയ മാലിന്യ കൂമ്പാരമാണ് അദ്ദേഹത്തെ ജീവനോടെ നിലനിർത്തിയത്. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ആൽസിഡസ് മൊറ നടക്കുന്നു, സംസാരിക്കുന്നു, ജീവിക്കുന്നു. മരണത്തിന്റെ വാതിൽക്കൽ നിന്ന് ഒരാൾ തിരികെ വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ വെല്ലുവിളികളിൽ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.